ഇസ്രയേലിനെതിരായ നടപടിക്രമങ്ങളിൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുമോ ഇല്ലയോ? കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്ത് തന്നെ തീരുമാനമെടുത്താലും അത് ഞങ്ങൾ എതിർക്കും, ഞങ്ങളുടെ വീറ്റോ പവർ അതിനായി ഉപയോഗിക്കുമെന്ന് അമേരിക്കയും അറിയിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും 6 ആഴ്ചത്തേക്ക് ഗാസ ഭാഗത്ത് തുടർച്ചയായി ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ അറിയിച്ചതായി ഇസ്രയേലിന്റെ വാർത്താ മാധ്യമങ്ങൾ തന്നെ അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. 6 ആഴ്ചത്തേക്ക് തുടർച്ചയായി അവിടെ ആക്രമണം ഉണ്ടാകും. അൽ അക്സ മോസ്കിൽ ആരെങ്കിലും റംസാൻ പ്രമാണിച്ച് വരികയാണെങ്കിലും അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല. ഇനി അഥവാ സെക്യൂരിറ്റി കൊടുത്താലും അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അവിടെ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാസ ഭാഗത്ത് 6 ആഴ്ചത്തേക്ക് തുടർച്ചയായ ആക്രമണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 6 ആഴ്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ യുദ്ധം ചെറുതായി ഒന്ന് നിർത്തിവെക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നു. അതിനു മുമ്പ് എന്തെങ്കിലും പീസ് എഗ്രിമെന്റിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഖത്തർ ഭരണകൂടം ഇതിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽ അമൽ ഹോസ്പിറ്റൽ, ഈ അൽ അമൽ ഹോസ്പിറ്റലാണ് ഇസ്രയേലിന്റെ തീവ്രമായ വ്യോമാക്രമണത്തിന് ഇരയായ ഹോസ്പിറ്റൽ എന്ന് പറയാം. അത്രത്തോളം തീവ്രമായ ആക്രമണം പല തവണകളിലായി ഇസ്രയേൽ ചെയ്തിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെ. എന്നാൽ എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന ഒഫീഷ്യൽ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും 29,000-ൽ പരം ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. അതിൽ 12,000 പേർ കുട്ടികളാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. 29,000 പാലസ്തീനിയൻസ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴും ഈ യുദ്ധം തുടരുന്നു. എന്നിട്ടും ഈ 6 ആഴ്ചകളിൽ ഇസ്രയേൽ എന്താണ് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഇവിടെ ചോദ്യം. നെതന്യാഹുവിനോട് ഈ യുദ്ധം ഇതുവരെ അവസാനിപ്പിക്കാറായില്ലേ, അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആരംഭിച്ച യുദ്ധമല്ല, യുദ്ധം ആരംഭിച്ചതിന്റെ പിന്നിൽ ഒരു നാശമുണ്ടാക്കുക എന്ന ഒരു പ്രധാന ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടരും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ആരെ എന്ന ചോദ്യത്തിന് അത് ഹമാസ് ആണെന്നും ഈ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഞങ്ങൾക്ക് 6 ആഴ്ച കൂടി സമയം ആവശ്യമാണ് എന്നും ഈ 6 ആഴ്ചകളിൽ ഒരു ഫുൾ സ്കെയിൽ വാർ നിങ്ങൾക്ക് കാണാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ഫുൾ സ്കെയിൽ വാർ എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം അപ്പോൾ നിങ്ങൾ ചെയ്തത് ഫുൾ സ്കെയിൽ വാർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് യെസ്, പക്ഷേ ഞങ്ങളുടെ സൈനികരെ, ഞങ്ങളുടെ ഫോഴ്സിനെ റീഷഫൽ ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാവരെയും റാഫ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അവസാനമായി ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ റാഫ റീജിയണിലായിരിക്കും. അതുകൊണ്ട് തന്നെ 6 ആഴ്ചത്തേക്ക് തുടർച്ചയായ ആക്രമണം ഉണ്ടാകുമെന്നും നെതന്യാഹു അറിയിച്ചു. എന്നാൽ റാഫ എന്ന ഭാഗത്തിന്റെ ഇപ്പോൾ ജനങ്ങൾ വസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും യാതൊരു അപ്ഡേറ്റും ഇല്ല. എയ്ഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഡോർ മാത്രം ഓപ്പൺ ചെയ്തിരിക്കുന്നു. എയ്ഡ് ട്രക്ക് വരാനുള്ള അനുവാദം ഇസ്രയേൽ കൊടുത്തു എന്നൊരു അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ഗാസ ഭാഗത്തെ ജനങ്ങൾക്ക് എയ്ഡ് എത്തി എന്നതോർത്ത് സന്തോഷിക്കണോ, അതോ ഇതുവരെ എന്തുകൊണ്ട് വന്നില്ല എന്നതോർത്ത് ദുഃഖിക്കണോ എന്ന ചോദ്യം ഉയരുന്ന ഈ ഒരു സമയത്ത് തന്നെ മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അമേരിക്കയുടെ ഇരട്ടവേഷത്തെ കുറിച്ചാണ്. ഒരു ഭാഗത്ത് അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിക്കാനായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ അറബ് രാജ്യങ്ങളെല്ലാം ഈ ഒരു യുദ്ധത്തിന് ഒരു സമാധാനം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു സീസ് ഫയർ ഉണ്ടാകാൻ വേണ്ടി അറബ് രാജ്യങ്ങളെല്ലാം പോകുമെന്ന് പറയുന്ന സമയത്ത് അമേരിക്ക എന്താണ് പറയുന്നത്? ഇസ്രയേലിനെതിരായ തീരുമാനമാണ് നിങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇത് ഒരു ഭാഗം മാത്രമേ ഇവിടെ ന്യായീകരിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് വരും, ഞങ്ങളുടെ വീറ്റോ പവർ ഇതിനായി ഉപയോഗിക്കുമെന്നും അമേരിക്ക അറിയിച്ചിരിക്കുന്നു. ഉടനെ പാലസ്തീൻ അതോറിറ്റി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ICJയിലേക്ക് പോകാൻ പോകുന്നു. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയി ഞങ്ങളും ഒരു രാജ്യമാണ്, ഞങ്ങളെ പല രാജ്യങ്ങളും ഞങ്ങളൊരു രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട്, അവർ പറയുന്നതെല്ലാം കേൾക്കുക, ഞങ്ങൾക്ക് അവിടെ നടക്കുന്നത് നരക തുല്യമായ കാര്യമാണ്, ഇത് ചെയ്യുന്നത് ഇസ്രയേൽ വംശഹത്യ ചെയ്യുകയാണ് എന്ന് ICJയിൽ പോയി പറയാൻ പോകുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സൗത്ത് ആഫ്രിക്ക വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രയേൽ ഇപ്പോഴും വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഇത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് നിഷേധിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സൗത്ത് ആഫ്രിക്കയ്ക്ക് പകരമായി പാലസ്തീൻ അതോറിറ്റി ICJയിലേക്ക് പോകുന്നു. ഞങ്ങളൊരു രാജ്യമായി അംഗീകരിക്കുക എന്നതാണ് അവരുടെ റിക്വസ്റ്റ്. അതിന് ICJ ഇനി എന്ത് മറുപടി കൊടുക്കാൻ പോകുന്നു എന്നത് അറിയില്ല. നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഈ 2 സ്റ്റേറ്റ് പോളിസി എന്നത് നാളെയോ മറ്റന്നാളോ നടക്കേണ്ട കാര്യമല്ല, അത് അർജന്റായി നടക്കേണ്ട കാര്യമാണ്. യെസ്, ഇത് അർജന്റായി നടക്കേണ്ട കാര്യമാണ്, മനുഷ്യത്വപരമായ കാര്യമല്ല അവിടെ നടക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ജയശങ്കർ പറയുന്നു ഒക്ടോബർ മാസം 7-ാം തീയതി നടന്നത് ടെററിസം തന്നെയാണ്, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അവിടെ ഇസ്രയേൽ ചെയ്യേണ്ടത് എന്താണ്? ജനങ്ങളെ സംരക്ഷിക്കണം. ജനങ്ങൾ സേഫായി പുറത്തു പോകാൻ അവർക്കൊരു കൊറിഡോർ നിർമ്മിച്ചു കൊടുക്കണം, സേഫ് കൊറിഡോർ നിർമ്മിച്ചു കൊടുക്കണം. 2 സ്റ്റേറ്റ് പോളിസി എന്ന നിലപാടാണ് ഇന്ത്യക്ക് എപ്പോഴും ഉള്ളത്. അത് രണ്ട് രാജ്യങ്ങളും വിശ്വസിക്കുകയും വേണം. ഇതാണ് ഇന്ത്യയുടെ നിലപാട് എന്ന് യൂറോപ്പ് യൂണിയൻ രാജ്യങ്ങൾക്ക് മുൻപായും അമേരിക്കൻ അനുകൂല രാജ്യങ്ങൾക്ക് മുൻപായും വളരെ വ്യക്തമായി ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ദിവസം യൂറോപ്പ് യൂണിയൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ റെഡ് സീയിൽ അവരുടെ നാവൽ മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, റെഡ് സീയിൽ ഹൂതീസിനെതിരായ ആക്രമണം UK, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ കപ്പൽ സംരക്ഷിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഇനി ഒരു കാരണവശാലും ഹൂതീസിന്റെ ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞ് അവർ അവരുടെ കപ്പൽ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഹൂതീസ് മറ്റൊരു അറിയിപ്പ് പുറത്തുവിടുന്നത്. മറ്റൊന്നുമല്ല, അമേരിക്കയുടെ കാർഗോ ഷിപ്പിൽ ഞങ്ങൾ ആക്രമണം നടത്തി, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി പരിശോധിക്കാം എന്നാണ് ഹൂതീസിന്റെ അറിയിപ്പുണ്ടായിരുന്നത്. ഇത് അമേരിക്ക ഒഫീഷ്യലായി പുറത്തു വിട്ടിട്ടില്ല, ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടിട്ടില്ല. എന്നാലും ഹൂതീസിന്റെ ഈ ഒരു അറിയിപ്പ് അവിടെ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് നെതന്യാഹുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങൾ പല സമയങ്ങളിൽ പല മാസങ്ങളായി പല രീതിയിലുള്ള സമാധാന ചർച്ച കൊണ്ടുവരുമ്പോഴും നെതന്യാഹു അദ്ദേഹത്തിന്റെ പ്രസംഗം മൂലം ഈ സമാധാന ചർച്ച കൊളാപ്സ് ആകാൻ പോകുന്നു എന്ന് ഖത്തർ ഭരണകൂടം അറിയിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണം നെതന്യാഹു ആണെന്ന് ഖത്തർ ഭരണകൂടം അറിയിച്ചു. ഖത്തർ ഭരണകൂടം ഇതുമാത്രമല്ല പറഞ്ഞത്, ഇസ്രയേൽ ജനങ്ങൾ അവരുടെ റിക്വസ്റ്റ് ഇതൊന്നും നെതന്യാഹു ശ്രദ്ധിക്കുന്നില്ല എന്ന സത്യവും പുറത്തുവിട്ടു. കാരണം ഇസ്രയേൽ ജനങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഉടനെ ഒരു എലക്ഷൻ ആവശ്യമാണ്. അങ്ങനെ പറയുന്ന സമയത്ത് നെതന്യാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉടനെ നടക്കില്ല, എലക്ഷൻ എന്തായാലും തൽക്കാലം സാധിക്കില്ല, അതിന്റെ ആവശ്യവുമില്ല, അങ്ങനെ ഇലക്ഷൻ നടത്തിയാൽ അത് ശരിയാവില്ല. ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടം എന്റേതായിക്കോട്ടെ, എമർജൻസി ഭരണകൂടം നിങ്ങളെ ഗൈഡ് ചെയ്യും, ഇതിനുമപ്പുറം ആരും ഒന്നും പറയാൻ പാടില്ല എന്നും പറഞ്ഞ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത് കൊണ്ട് ഇസ്രയേലിൽ ഈ യുദ്ധം അവസാനിക്കുന്നത് വരെ ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നു. നോർത്തേൺ ഇസ്രയേലിൽ ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നതായും പറയപ്പെടുന്നു. ലെബനനിൽ വെച്ച് ഏകദേശം ഇസ്രയേലിന്റെ ബോർഡറിൽ നിന്നും 60 കിലോമീറ്റർ മാറി ലെബനനിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രയേൽ നടത്തിയത് എയർ സ്ട്രൈക്ക് ആണെന്നും ഈ ഒരു എയർ സ്ട്രൈക്ക് ഹിസ്ബുള്ളക്കെതിരെയാണെന്നും അറിയിച്ചിരിക്കുന്നു. ഫിനിഷിംഗ് ദ ജോബ്, നെതന്യാഹു അവരുടെ സൈനികർക്ക് കൊടുത്ത ഒരു ചെറിയ മെസ്സേജ് ആണെന്ന് പറയാം. ഫിനിഷിംഗ് ദ ജോബ്, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുക, അതുവരെ മറ്റാര് പറഞ്ഞാലും ഒന്നും അനുസരിക്കരുത് എന്നും പറയുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു പ്രധാന അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നു. വളരെയധികം ദിവസങ്ങൾക്ക് ശേഷം അവരുടെ പ്രധാന സഹായങ്ങൾ, ഫസ്റ്റ് എയ്ഡ് ആയിക്കോട്ടെ, അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ മെഡിസിൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ഗാസ ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നൊരു അറിയിപ്പ് WHO തന്നെ പുറത്തുവിട്ടു. ഇസ്രയേലിന്റെ എക്കോണമി 19.4% താഴോട്ട് പോയി എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ പല അപ്ഡേറ്റുകളും അവിടെ നടന്നിട്ടുണ്ട്. ഇസ്രയേൽ പാലസ്തീൻ, ഇസ്രയേൽ ഹമാസ്, അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ, ഇങ്ങനെ നിരവധി അപ്ഡേറ്റുകൾ കണ്ടു. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.